ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV-കളിൽ പലതും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തവയാണ്. ഇത്തരം വാഹനങ്ങൾ വർഷങ്ങളായി നിരത്തുകളിലുണ്ട് എന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൽ അന്വേഷണത്തിൽ വ്യക്തമായത്. അതേസമയം ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത 3 SUV-കളുടെ ഉടമകളെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് കേൾക്കുന്നു. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ പലതും ഇപ്പോഴും ആദ്യ ഉടമസ്ഥന്റെ പേരിലാണ്. ഇതാകട്ടെ വ്യാജവും. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് പലതും ആദ്യ ഉടമയുടെ പേരിലാണെന്നും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തതാണെന്നും വ്യക്തമായത്. ഡൽഹി, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ എന്നീ RT ഓഫീസുകളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തിയാണ് ഈ വാഹനങ്ങളിലേറെയും എത്തിച്ചത്. ഭൂട്ടാൻ വാഹനങ്ങൾ പലതും ഉടമയുടെ പേരിലേക്ക് മാറ്റാനാകാത്തവയാണ്. അതിനാൽ സ്വാഭാവികമായും ഇവയ്ക്ക് ഇൻഷുറൻസും എടുക്കാനാകില്ല. അതേസമയം ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് കഴിഞ്ഞ ദിവസം 3 SUV-കൾ പിടിച്ചെടുത്തിരുന്നു. ഒഴിഞ്ഞ പറമ്പിൽ മൂടിയിട്ട നിലയിലായിരുന്നു വാഹനങ്ങൾ. ഇതിൽ 2 നടൻ അമിത് ചക്കാലക്കലിന്റെയും 1 പാലക്കാട് സ്വദേശിയുടെയുമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതോടെ ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 43 അമിത് ചക്കാലക്കലിനെയും പാലക്കാട് സ്വദേശിയെയും ഉടൻ തന്നെ കസ്റ്റംസ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി.